വെളിയും താപ്പോടെ സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു, നൈസായിരുന്നു. ഗൈസ്, നമ്മുടെ എടയ്ക്കൽ ഗുഹയുടെ ടിക്കറ്റ് കൗണ്ടർ ഓഫീസും കാര്യങ്ങളെല്ലാം കയറി വരുന്നിടത്ത് തന്നെയാണ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഒരു കാപ്പിത്തോട്ടമാണ് കേട്ടോ. ഇത് തോട്ടമാണ് കേട്ടോ. കുത്തി കിടക്കാൻ വേണ്ടി ഒരു വടി കണ്ടുപിടിച്ചാണ്. ഗൈസ്, ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഓഫീസും കേട്ടോ. അഡൽറ്റിന് 50, കുട്ടികൾക്ക് 30. ക്യാമറയ്ക്കും വീഡിയോ ക്യാമറയ്ക്കും അങ്ങനെ പൈസ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതിനോട് തന്നെ ടോയ്ലറ്റും കാര്യങ്ങളും. ഇവിടെ നിന്ന് കയറി പോകണ്ട. എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കയറി വരുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല തണലാണ് ഇവിടെ. തണൽ വെയിലുണ്ടെങ്കിലും ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വെയിലും കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ചൂടും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഈ കാടിനിടയ്ക്ക് അറിയാമല്ലോ, കാടിൻ്റെ ഇടയ്ക്കുള്ള യാത്രകളും വനങ്ങളുടെ ഇടയ്ക്കുള്ള യാത്രകളും ഒക്കെ ആണെങ്കിൽ എപ്പോഴും നല്ല ഫ്രഷ് എയറും ഫ്രഷ് വൈബും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സ്റ്റെപ്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തോടെ പാറ വലിച്ച് കയറേണ്ട കാര്യമില്ല. പിന്നെ താഴെ അവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് ഉപയോഗിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ അതേപോലെ കൊണ്ടുവരണം, അതുപോലെ ഇവിടെ അങ്ങ് വലിച്ചിടാൻ പാടില്ല. ഇപ്പോൾ നല്ല ക്ലീനായിട്ട് തന്നെയാണ് കിടക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്ത് അതുപോലെ തന്നെയാണ് കിടക്കുന്നത്. അയ്യോ, അവിടെ ബ്ലോക്കാണല്ലോ. മേളിൽ ബ്ലോക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ആൾക്കാർ ക്യൂ നിൽക്കുന്നു. ഒരു ദിവസം 2000 എത്രയും ആൾക്കാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് താഴെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെടുക്കുന്ന സമയത്ത്. അത് വൺ വേ കേട്ടോ, അതുവഴി ഇങ്ങോട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ. ഇനിയും ക്യൂ കിടക്കുന്നുണ്ടോ? ഫൈനലി ഇതോ ഇത്രയും കയറി നമ്മൾ വന്നു കേട്ടോ. നമ്മുടെ ബാക്കിൽ ഇത്രയും പേരുണ്ട്. അയ്യോ, സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ലാഗാണ് കേട്ടോ. സാറാണ്ടിരുന്ന് അലക്കുന്നു അവിടെ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ വരുമ്പോൾ കേവ് മറയും ഇല കാരണം. നല്ല ക്യൂ ആണ് കേട്ടോ. നല്ല രസമാണ് കേട്ടാ. മുമ്പേ കയറി പോകും, എന്നിട്ട് ഞങ്ങൾ കയറുന്ന വീഡിയോ എടുക്കണം. അത് ക്യാമറ കൂടെ എടുക്കുന്നതിൻ്റെ വന്നിരിക്കുന്ന അവിടെ ഇരിക്കും. അയ്യോ, എന്താ ഇങ്ങനെ എല്ലാവരും കയറി. तुम जल्दी है, तुम यू आर इन हरी गो. ഞാൻ കയറുന്ന ക്യാമറ എടുക്കും. ഓണാണോ? അവൻ്റെ വീഡിയോ നമ്മളെടുക്കും. రీసెంట్ వస్తలేదు బ్రో, ఎక్కువ వస్తుంది. ഇതിനകത്ത് ഒരാൾക്ക് മാത്രമേ കയറി വരാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ പോയി അവിടെ ഭയങ്കര തണുപ്പ് കേട്ടോ ഇതിനകത്ത്. കലടിക്കല്ല കല.
ഒന്ന് ഗുഹയുടെ പുറത്തിറങ്ങി കേട്ടോ. ആഹാ, കഴിഞ്ഞില്ലായിരുന്നോ? നമ്മളിവിടെ വന്നവരെങ്ങനെ ലാസ്റ്റ് കേട്ടോ. നല്ല വഴിയാണ് കേട്ടോ. പ്രായ അമ്മച്ചൊക്കെ എങ്ങനെയാണോ കയറി വന്നത്. ഇവിടെ വേറൊരു ഗുഹയുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ രണ്ടാമത്തെ ഗുഹയ്ക്കകത്ത് കയറി കേട്ടോ. ശബ്ദം കാരണം കേൾക്കുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഈ ഗുഹയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറയിൽ ഞാൻ അടുത്ത് കാണിക്കാം. അതിലാണെങ്കിൽ പഴയ ആൾക്കാരുടെ സ്ക്രിപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ അവർ മാർക്കിങ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ലാംഗ്വേജാണ്. മേടിച്ചതാണോ ഇപ്പം അടുത്ത് കാണാമല്ലോ അല്ലേ. ഇത് അവരുടെ കാലങ്ങളിൽ അവരാണെങ്കിൽ വരച്ച സ്ക്രിപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞാൻ കുറേ നേരം നോക്കിയത് എനിക്കിതിനകത്തൊന്നും മനസ്സിലായില്ല. ഇതൊരു പ്രത്യേക ലാംഗ്വേജും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ തൊടാനൊന്നും പാടില്ലെന്ന് പറഞ്ഞു. ഇത്രയും ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട് തൊടാതിരിക്കാൻ വേണ്ടി. കാലക്രമേണ അതിൻ്റെ ഇത് പോയി വരുന്നുണ്ട്. സോയിൽ ഇറക്ഷൻ സംഭവിക്കുമ്പോൾ ഈ കറയിൽ വരുന്നതാണ് എൻ്റെ കേട്ടോ. ഏത് ഭാഷ? ഇത് യുക്തമുള്ള സമയത്തൊക്കെ ഉണ്ടല്ലേ. ഇനി കഥ പറ കേക്കട്ടെ. നല്ലതല്ലയോ? ആ മേളിൽ കാണുന്ന പാറയിൽ എന്തൊക്കെയോ രീതിയിലുണ്ടോ? പക്ഷേ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. കേവിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് വീട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇറങ്ങിപ്പോന്നുള്ള കാഴ്ചകളാണ് കേട്ടോ. പിന്നെ കുത്തിനെ ഇറങ്ങാം. കയറുന്ന പോലല്ല, ഇറങ്ങുന്ന ഇച്ചിരി ടാസ്ക്കാണ്. ഇങ്ങനെ ഇടയ്ക്കൽ ഗുഹ കണ്ട് ഇറങ്ങി വന്ന് നല്ല കാലിലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ കയറിയൊക്കെല്ലാം. പക്ഷെ നല്ല കേട്ടോ. കുറച്ചും സീസൺ ടൈമിൽ വരുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഞാൻ പറയുന്നു. കാരണം ഇപ്പം വെയിലും കാര്യങ്ങളും തന്നെ കുറച്ചും കൂടെ പച്ചപ്പും ഗ്രീനറിയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തേയിലപ്പൊടി, നല്ല തേയിലപ്പൊടി കിട്ടും. തേയിലപ്പൊടി, കാപ്പിപ്പൊടി ഞാൻ മുമ്പേ പറഞ്ഞില്ല, അവിടെ കാപ്പിത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തേയിലപ്പൊടി വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇവിടെ അതേപോലെ തന്നെ തേനെല്ലിക്ക എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊക്കെ ഇവിടെ സ്പെഷ്യൽ കേട്ടോ. തേനെല്ലിക്ക ഇത് കാണിക്കാം. തേനെല്ലിക്ക എന്താണ് 6 പീസിന് 50 രൂപ അങ്ങനെ ഉള്ളു. പക്ഷെ നല്ലതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന പൊടിയാണ് ഇവിടെ സെറ്റല്ല. 30 വ്യത്യാസം നോക്കുമ്പോൾ അത്ര കണ്ട് ക്വാളിറ്റി കുറയും. ഏത് വേണമെങ്കിലും ഉണ്ടാവും. ഇത് പൊടിയായിരിക്കും, ചെറിയ തരിയത്. തേയിലയാണ് കേട്ടോ. ഡിഫറെൻറ്റ് ക്വാളിറ്റിയിലുള്ള ഇതുണ്ടോ മേളത്തെ കാപ്പിക്കുരു. അത് ലൈവായിട്ട് പൊടിക്കുന്ന കേട്ടോ ഇവിടെ. ഏതാ ഇപ്പൊ തന്നെ കഴിച്ചു. കാണാൻ കേട്ടോ. ഇപ്പം കഴിക്കണ്ട. അതെപ്പോ പോയി രോമോച്ച് വേണം പിടിച്ചോ. മരം വന്നു ചാടി
ഓക്കെ നമ്മളെ നാക്കിയാണല്ലേ കവറ് കണ്ടു വരും കേട്ടോ ഇരിക്കും നോട്ടം കണ്ടോ ഞാൻ എടുത്തോളാം കറക്റ്റ് എന്താണ് സൂക്ഷിച്ചു നോക്കാണ്. ചൊറിയ സൂപ്പർ സാധനം. ആ ഇഡ്ഡി സാക്ക് അല്ലെങ്കിൽ രണ്ട് തൂക്കം